കുട്ടി ദോശ പോലെയുള്ള ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. അപ്പോൾ ഒരു ജാർ എടുത്ത് റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് എത്രയാണ് നമുക്ക് ആവശ്യം അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളിയാണ് നല്ലത്. എൻ്റെ അടുത്തത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വെല്ലുള്ളി കുഞ്ഞി ഒരു കഷ്ണം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. എരിവിനനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് കറികളൊന്നും വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊന്നും ലൂസായി പോവാണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഇതാ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എങ്ങനെ ഒഴിച്ചാലും കുറച്ച് മാവല്ല ജാറിൻ്റെ അകത്തേക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് അങ്ങനെ കളയണ്ട. അതും ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കിയതിന് ശേഷം നമുക്ക് ആ മാവിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. മാവൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണ്ടത് മുട്ടയാണ്. മുട്ട തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുട്ട ചേർത്തിട്ടില്ലെങ്കിലും ഇത് സാധനം അടിപൊളിയാണ്. ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് നല്ലോണം ഉടച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. നമ്മൾ എങ്ങനെയാണോ ദോശ ചുട്ടെടുക്കുന്നത് അതുപോലെ ചുട്ടെടുക്കുക. അങ്ങനെ ദോശ ചുടുന്നത് പോലെ പരത്തി ചുടണ്ട. കയ്യിലൊന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ വേണ്ടൂ. അതിനെല്ലാം ഒന്നിച്ച് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കടിച്ച് തിന്നാനായിരിക്കും കുറച്ചും കൂടി. അങ്ങനെ ഓരോന്നും നമ്മളിത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.